എല്ലാം ഒരു തരം കടപ്പാടാ. കടപ്പാടെന്ന് വെച്ചാ ആ കുടുംബത്തിന് ഞാനൊരു ദ്രോഹം ചെയ്തു. ദാറ്റ് വാസ് 20 years back. ഒരു കാര്യമേറ്റ് പോയിട്ട് ഇവന് ഒരു വിവരവും ഇല്ലല്ലോ. എന്തും അതവനാ. എന്താടാ നീ മനസ്സിൽ വിചാരിച്ചേ? എപ്പോഴോ ഒരു തവണ മിസ്സായെന്ന് പറഞ്ഞ് അവൻ വിശ്വസിക്കും. അവിടെ നീ എന്താ ചെയ്യുന്നത്? ഹലോ, മറുപടി പറയടാ. പണം തന്നവരോട് ഞാൻ എന്തു പറയും? ഏയ് പറയടാ, എന്താടാ ഒന്നും പറയാത്തെ? ഇന്നാ കൊണ്ട് സംസാരിക്കും. ശരി ശരി, ഓക്കെ ശരി. നീ എപ്പോ വരും? ഹലോ അപ്പാ, വേറെ ആരോ ഫോൺ എടുത്തത്? എല്ലാം പുറത്തായല്ലോ. ഇവിടെ എന്തെടുക്കുമായിരുന്നു നീ? ആരാ നീ? മുരുകൻ. അവസാനം ആരോടെ സംസാരിച്ചു? കുട്ടിയോട് തന്നെ. അവസാനം ഫോണിൽ ആരോടെ സംസാരിച്ചെന്ന്? അത് നാട്ടിലെ ഫ്രണ്ട്സിനോടാ സംസാരിച്ചേ. അവരെനിക്ക് കുറച്ച് കടം മേടിച്ച് തന്നിരുന്നു. അവര് ഫോണിൽ വിളിച്ച് സെറ്റിൽ ചെയ്ത് തീർക്കാമോ എന്ന് ചോദിച്ചോണ്ടേയിരിക്കും. ശരി, അത് വിട്. ആ ഗിറ്റാർ നീയാ കൊണ്ടുപോയി കാറിൽ വെച്ചത്. ഞാനത് കണ്ടു. അതിലാ ബോംബ് ഇരുന്നത്. അതിനെന്ത് പറയും? അയ്യോ, കുട്ടികൾ എന്റെ കയ്യിൽ ഗിറ്റാർ ഒന്ന് ഒളിച്ചു വെക്കാൻ പറഞ്ഞത്. ഞാനത് കൊണ്ടുപോയി കാറിൽ ഒളിച്ചു വെച്ചു. അതില് ബോംബുണ്ടായിരുന്നോ പാമ്പുണ്ടായിരുന്നോ എന്ന് ആര് കണ്ട്? അങ്ങനെ നോക്കാൻ പോയ കുട്ടി പോലും ബോംബ് വെച്ച് എനിക്ക് ഗിറ്റാർ തന്നതായിട്ട് ഞാനും ചിന്തിക്കാമല്ലോ. പക്ഷെ നിങ്ങളങ്ങനെയല്ല, ചുമ്മാ ഒരു തമാശ പറഞ്ഞതാ. എന്നാലും എനിക്കൊരു ഡൗട്ടുണ്ട്. ഈ ഫോൺ കമ്മീഷണർ കൈ കൊടുത്ത് നടന്നതൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറയാം. ഒരു നിമിഷം. കുട്ടി പോലീസിന്റെ അടുത്ത് പോകുന്നതിനെ പറ്റിയൊന്നും എനിക്ക് പേടിയില്ല. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടിയോട് പറയാനുണ്ട്. എന്താന്ന് പറ. അത് രഹസ്യമാ. ഇവിടെ വെച്ച് വേണ്ട. പെട്ടെന്നാരെങ്കിലും വന്നാൽ കുട്ടി ടെറസിന്റെ മുകളിൽ വെയിറ്റ് ചെയ്താ ഞാൻ. കുട്ടിയുടെ ഇഷ്ടം. ശരി, വെയിറ്റ് ചെയ്യാം. വേഗം വാ. ഇപ്പൊ വരാം. എന്നടാ മോളി പോയി എന്താ പറയാൻ പോണത്? പറയാൻ പോവല്ല, വേറെന്താ? അവളെ കൊല്ലാൻ പോവാ. സംശയമുണ്ട്. അവളെ ആത്മഹത്യ ചെയ്യാൻ പോവില്ല. അവൾ ചെയ്തതല്ലേ പോലീസ് കണ്ടുപിടിച്ചത്. എന്ത് കണ്ടുപിടിച്ചു? ഗിറ്റാറിനകത്ത് ബോംബ് വെച്ചത്. ജഡ്ജിനെ കൊല്ലാൻ. CBI കേസ് നടത്തുന്നില്ല. ആ ഫയൽ ക്ലോസ് ചെയ്യാൻ. എതിരാളികളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി അവിടെ അച്ഛന്റെ കൂടെ ഫോറിനിൽ പോയി സെറ്റിൽ ചെയ്യാൻ വേണ്ടി 3 കോടി. അവളെ ലവറിനോട് ചോദിക്കണം. CBI കണ്ടുപിടിക്കണം. CBI എന്തിനാ? എന്താ പിന്നെ ആദ്യം മുതൽ പറയുന്നേ? അയ്യോ, പണി കയറുമ്പോ പോലും എനിക്ക് തല കിട്ടുന്നല്ലോ. എടാ അതെങ്ങനെയാടാ 10 മണി കയറുന്നതിനുള്ളിൽ 100 കവർ ഉണ്ടാക്കിയത്? നിന്നെ കണ്ടാലേ എനിക്ക് പേടിയാ. ഇവിടെയല്ല, അവിടെ. എന്താണെങ്കിലും ഇപ്പൊ പറ, വേഗം. അവിടെയാ, ഒന്നകത്തു വാ. ഇതൊക്കെ ആരാ? ഞങ്ങളുടെ കുടുംബ ഫോട്ടോ. ചെറുപ്പത്തിലെടുത്തതാ. ഇത് ചെറിയ വയസ്സിൽ ഓടിപ്പോയ മാധവൻ. എന്താ? ആ മാധവൻ ഞാനാ. മാധവൻ നീയോ? അതെ, ഞാനാണ്. നല്ലവണ്ണം ആലോചിക്കേ. എൻ്റെ അച്ഛനെ ഞാൻ തന്നെ കൊല്ലാൻ നോക്കൂ. നല്ലവണ്ണം ആലോചിച്ച് പോലീസിനോട് പറഞ്ഞു. മാധവൻ അല്ല എന്നർത്ഥം. പിന്നെ അങ്ങനെ കറക്റ്റ് ആയിട്ട് പയ്യന്റെ ഫോട്ടോ കാണിച്ച് മാധവൻ എന്ന് പറഞ്ഞു നീ? അതാ വല്യമ്മ ഫോട്ടോയും പിടിച്ച് വാവിട്ട് കരഞ്ഞില്ലേ എന്ന്. ഞാൻ എന്തിനാന്ന് ചോദിച്ചു. ഓടിപ്പോയ കുഞ്ഞുമാധവനെ ഓർത്ത് കരയുവാണെന്ന് പറഞ്ഞ് ആ പയ്യനെ കാട്ടി. ശരി. അപ്പോഴുണ്ട് ജഡ്ജി അകത്ത് വന്നു. ആ ഫോട്ടോ മേടിച്ച് എന്റെ തന്നിട്ട് കൊണ്ട് ഒളിച്ചു വെക്കാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുപോയത് ടെറസിൽ കൊണ്ട് ഒളിച്ചു വെച്ചു. ശരി. ആ താരയെ തള്ളിയിട്ട് കൊല്ലാൻ പോയപ്പോ കറക്റ്റ് ആയിട്ട് തിരിഞ്ഞു നോക്കിയല്ലോ. ആ ഫോട്ടോ അവളെ കാണിച്ച് ഞാനാണ് മാധവൻ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. മുരുകാന്ന് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തി ആ ജഡ്ജിയെ കൊല്ലുമെന്ന് പറഞ്ഞില്ലേ? ഇതുവരെ കൊന്നത് വിട്, ഇന്ന് കൊല്ലാം. സത്യവാ? സത്യം. പ്രോമിസ്? രണ്ടും ഒന്നട കഴുതേ. ഏയ്, നീ അവനെ കൊന്നില്ലെങ്കിൽ അവനെ ഞാൻ കൊല്ലൂടാ. ശരി, നിന്റെ ഇഷ്ടം. അതെ, അയാളെ എന്തിനു ഞാൻ കൊല്ലണം?
അയാൾ എന്റെ കൂടെ സഞ്ചരിച്ച് എന്റെ തലച്ചോറിന്റെ ഫ്രണ്ട് ആയല്ലോ. എടാ ഒരു തമാശ പറഞ്ഞതാ, പുറത്താരോടും പറയല്ലേ. ചേച്ചാ ഞാൻ പറയില്ല, പക്ഷെ മുഴുവൻ റെക്കോർഡായല്ലോ. എവിടെ? ദോ അവിടെ. എന്താടാ മനുഷ്യ നിൽക്കുന്ന പോലെ നിൽക്കുന്നേ? അതിന്റെ ചുഹിങ്കത്തിന്റെ ബാലൻസ് നിൽക്കുക. ഡേ നീ ഓരോ കാര്യവും ഒരു ലക്ഷ്യത്തോടെ ചെയ്തത്. ഞാൻ ആത്മഹത്യ ചെയ്യട്ടെ. ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുവല്ലേ. കെട്ടുന്നോ? അപ്പൊ ഇത്ര നേരം നീ കെട്ടടിക്കുമല്ലായിരുന്നു? എന്തിനഴിക്കണം? കയർ ലൂസായി നീ നീന്തിക്കറി രക്ഷപ്പെട്ടു വന്നാലോ, അതുകൊണ്ട് ടൈറ്റ് ചെയ്യുമായിരുന്നു. ഡേ നിക്കടാ, നിനക്ക് മനസാക്ഷി ഉണ്ടോടാ? പറയടാ, എന്താ എന്റെ കാലം തട്ടുന്നേ? ഡേ ഇതെപ്പോഴാണ് ചെയ്തത്? കല്ല് കെട്ടിയപ്പോ കാലും കെട്ടിയല്ലോ. വേഗം. ആടിയ ഒരിക്കലും രക്ഷപ്പെടില്ലല്ലോ. ആളെ കാണുന്നില്ലല്ലോ. ഏയ് എന്ത് ചെയ്യുവാ? വേണ്ട നാട് നടക്കാൻ. അയ്യോ ആടിയാവൂ. അയ്യപ്പാ ഒത്തിരി താഴ്ചയുണ്ട്. അയ്യോ രക്ഷിക്കടാ. അയ്യോ രക്ഷിക്കടാ. പോടാ. അയ്യോ അയ്യോ ആത്മഹത്യ ചെയ്യാൻ മോദിയാ വെറുതെ പറഞ്ഞതാണേ. വരൂ വന്നു നോക്കൂ. വയറ്റിപ്പഴുപ്പിന് വേണ്ടി ഒരാൾ തലയിലായി കിടക്കുന്നു. മായവല്ല മാത്രമല്ല, വരൂ കാശ് തരൂ. നോക്കി നോക്കി പടി. അല്ല മോളെ തെന്നി വീണതാ. കാശ് ഒരുപാട് കിട്ടിയോ? ഇവർക്ക് അങ്ങനെ അറിയാം. അതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇല്ല മച്ചാ, ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്തത് കാണിച്ച് അവർക്ക് ചിരിക്കാലോ. അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പോയി അവരോട് വാങ്ങിക്കരുത്. നീ എന്ത് പറഞ്ഞാലും ഞാൻ കേക്കാവടാ. മുരുകനാണ് സത്യം. രണ്ടു മുരുകന്മാരാണേലും സത്യമാ. അയ്യോ അത് കാണല്ലേ, എന്റെ മച്ചാ കുളിക്കുമ്പോ എടുത്തതാ. തുണിയില്ലെന്ന് പറ. അയ്യോ അത് തുണിയിലായിരുന്നേ. ഇങ്ങിത്താ ഞാൻ കാണട്ടെ. എടോ ആണുങ്ങൾ കുളിക്കുന്ന കണ്ടിട്ടില്ലേ? ആണുങ്ങൾ വിളിക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ നീ വിളിക്കുന്ന കണ്ടിട്ടില്ല. ഇതിനകത്ത് കാണുന്നത് അങ്ങോട്ട് പോയാൽ ലൈവായിട്ട് കാണിച്ചു തരാം. ഓഹോ വേണ്ട വേണ്ട, പിന്നെ എനിക്ക് ഉറക്കം വരില്ല, മ്യൂസിക്കും വരില്ല. അതെ അതെ, നീ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഇളയരാജ ആകുകയല്ലേ. പോടാ മാധവ. മാധവ നിന്നെ തന്നെ. എന്തോ? എന്നോട് എന്തിനെത്ര ഭവ്യത? ശരി. ചെറിയ പ്രായത്തില് ഗോലി കളിക്കുമ്പോ പന്തയം വെച്ചത് ഓർമ്മയില്ലേ? അയ്യോ അതെങ്ങനെ മറക്കാൻ പറ്റും? നീ ജയിച്ച ഉടനെ ഉമ്മ തരാൻ ഓടി വന്നില്ലേ? അയ്യോ ഇപ്പോഴും ഓർക്കുമ്പോ അയ്യോ വേണ്ട, എനിക്ക് എന്തൊക്കെ പോലെ. ഞാനാ. എന്തിനാ തൂക്കിയേ? അങ്കിളിന് അവനോടുള്ള ദേഷ്യം പോയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാ തൂക്കിയത്. എങ്ങനെ പോവും? ഈ ആയുസിൽ അവനോടുള്ള ദേഷ്യം പോവില്ല. അവനൊരു കൊലയാളിയാണെന്ന് അറിയില്ല നിനക്ക്. ഒരിക്കലും അവനോട് ക്ഷമിക്കില്ലേ? എന്ന് വെച്ചാൽ ഒരുപക്ഷെ മാധവൻ പെട്ടെന്ന് കയറി വന്ന കൊന്നുകളയും. എന്റെ കൈ കൊണ്ട് അവനെ വെടിവെച്ച് കൊന്നുകളയും. എന്താ ഈ വീട്ടിൽ കൊലയ്ക്ക് ഇത്ര പ്രിയം? എടാ എന്തു ചെയ്യാ അവിടെ? കുപ്പിച്ചില് പെറുക്കിയെടുക്കുക. കുട്ടികളുടെ കാലിൽ കൊണ്ടുകയറി ആർക്കും ആപത്തും വരരുത്, അതെടുത്ത് വേസ്റ്റ് കളയാന്ന്. കറക്റ്റ്. കുപ്പിച്ചില് വേസ്റ്റിലിട്ടിട്ട് ഈ ഫോട്ടോ കത്തിച്ചുകളാ. എന്തിനാടെ അങ്ങനെ ചെയ്തേ? അവനെ അമ്മമ്മ മാധവൻ ആദ്യമായി ഇവനെ കണ്ടപ്പോഴേ എവിടെയോ കണ്ടതുപോലെ തോന്നി. അതെ അതെ, എനിക്ക് പോലും അന്ന് സംശയം തോന്നി. നിങ്ങൾക്ക് എന്നെ വളരെ നന്നായിട്ട് അറിയാമല്ലോ. സർ ദേഷ്യപ്പെടില്ലേ സർ? ആദവൻ എന്നെ എന്നും വിളിക്കാറുണ്ട്. ആ ജഡ്ജിക്ക് ആയുസുള്ളത് കൊണ്ട് മിസ്സായിട്ടായിരിക്കും. പക്ഷെ നിനക്ക് അല്പായുസായി പോകും. കുഴപ്പമില്ലല്ലോ സാർ. ആദവനെ പറ്റി സാറിന് അറിയില്ല. അവൻ ഏറ്റെടുത്ത ടാർഗറ്റ് തീർക്കാതെ പിന്മാറില്ല. ഇല്ലില്ല. എന്ന് തീർക്കും. അവൻ ചോദിച്ചത് 10 ദിവസം, അത് ഇതുവരെ തീർന്നില്ലല്ലോ. തീർന്നില്ലല്ലോ. പക്ഷെ ആ ജഡ്ജ് എൻക്വയറി തീർത്തു. ഇനി ഒരു 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ ഞാൻ അകത്താകും. ഇഡിയറ്റ്. സർ ആദവൻ എവിടെയും എപ്പോഴും തന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. അത് കാരണമാ ഓരോ ഇടത്തും ഓരോ ഗെറ്റപ്പിൽ പോയി നാടകം കളിച്ച് ആരും അറിയാതെ കാര്യം നടത്തും. എന്നെ വിശ്വസിക്ക്, 2 ദിവസം കൊണ്ട് അവൻ ലക്ഷ്യം കണ്ടിരിക്കും. എത്തിയില്ലെങ്കിൽ, അവൻ ചെയ്തില്ലെങ്കിൽ ആ ജഡ്ജിനെ ഞാൻ കൊന്നിരിക്കും. ഇല്ലെങ്കിൽ only 2 days. മോനെ എല്ലാം കഴിക്കണം കേട്ടോ. ഡാലിയ കഴിച്ചെന്ന് മതി, നിർത്ത്. വയറുവേദന എടുക്കും. ഏയ് എന്താ അമ്മേ? അമ്മേ എന്തിനാ എന്നെ അടിച്ചപ്പോ? അവനെ അളിയാന്ന് വിളിച്ചതിന്. അമ്മേ പെങ്ങളെ കെട്ടാൻ പോകുന്നവരെ ഞങ്ങളുടെ നാട്ടിൽ അളിയാന്നാ വിളിക്കുന്നേ. അവനെന്തിനാ നിന്റെ പെങ്ങളെ കെട്ടുന്നത്? പിന്നെ ആരെ? അതാ എന്റെ കൊച്ചുമോളെ കെട്ടാൻ പോകുന്നു.
അപ്പൊ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കോ അല്ലേ അമ്മേ? എന്തൊക്കെയായാലും എന്റെ മച്ചാനെ അടിക്കരുതായിരുന്നു. ഇതെന്തിനാ? മച്ചാൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ വരാൻ പറ്റില്ലായിരുന്നല്ലോ. ബാനർജി അപ്പോഴൊന്നും അവനെ കൂട്ടിക്കൊണ്ടുവരാതെ കൽക്കട്ടയിലേക്ക് ഉണ്ടെന്നല്ലോ, അതെന്താ? മച്ചാനാ പറഞ്ഞത്. എന്തെന്നാ? നിന്റെ അച്ഛന്റെ ദേഷ്യം കുറച്ചെങ്കിലും കുറഞ്ഞാലേ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? ഇൻഫാക്ട് എന്നെ ഈ കുടുംബമായിട്ട് ചേർത്ത് വെക്കാൻ സ്വന്തമായിട്ട് താഴ്ന്നുകൊണ്ട് ഒരു വേലക്കാരനെ ഇവിടെ നിന്ന് ചേർന്നതാ. ഇത്ര വർഷമായിട്ടും ഒന്നും നടന്നില്ലല്ലോ എന്ന് മനസ്സ് വിഷമിപ്പിച്ച് മച്ച ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. എന്തിനാ ഇതൊക്കെ? നിങ്ങളൊരു കരുതയാണെന്ന് വിചാരിച്ചു, പക്ഷെ ഇങ്ങനൊരു ബുദ്ധിശാലിയാണെന്ന് വിചാരിച്ചതേയില്ല. ഒരുപാട് നന്ദിയുണ്ട്. അത് ശരി അങ്കിൾ, ഇന്ന് മാത്രം അങ്കിളുടെ മലയാളം വേറെ മാതിരിയുണ്ട്. അതെന്താ? നിങ്ങളുടെ പ്രായത്തിൽ പഠിച്ച മലയാളം ഇങ്ങനെയാ. മറ്റേ ചടക്കി മച്ചാനെ നാട്ടിൽ നിന്ന് പിടിച്ച മലയാളം ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ആയിപ്പോയി. ഏയ് വെരി ഗുഡ്. പോകല്ലേ പോകല്ലേ പോകല്ലേ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവനാണ് മാധവനെന്ന് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. ആ എളിയ മാനും എന്റെ മോനും മനസ്സിലായാൽ കൊല്ലും ഞങ്ങളെ. കറക്റ്റ്. ഡേയ്, ആരെയാ? നിന്നെയാടാ. നിന്നെ എല്ലാവരും ബുദ്ധിശാലിന്ന് അറിയാതെ തെറ്റിദ്ധരിച്ചു. അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. എന്താ ശരി സാർ. എച്ചിൽ പ്ലേറ്റ് എല്ലാം വേഗം എടുത്ത് കഴിക്കും. ഇതിപ്പോ തന്നെ എടുത്തോളാം. എന്തൊരാജ്ഞയാ. ബാനർജി സാർ, അയ്യോ തലക്കെട്ട് അടി കിട്ടിയ പോലെ. സാർ, ഇവിടെ എല്ലാവർക്കും അവനോട് വളരെ സ്നേഹമാണ്. ആദവൻ ജഡ്ജിയുടെ മോനാണെന്ന് പറയുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല സാർ. ഇനിയും 2 ദിവസം സമയമുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ കൊല്ലേണ്ടി വരും. ജഡ്ജിനെ മാത്രമല്ല, ആദവനെയും കൂടി. ഓക്കെ സാർ. അവൻ ഇനി മുതൽ ഈ വീട്ടിൽ ഒരു ഇൻസ്ട്രുമെന്റ് പോലും വായിക്കാൻ പാടില്ല. ഒരു ഐഡിയ പറ. ഐഡിയ ഉണ്ട്. ഉണ്ടോ? ഹലോ മിസ്റ്റർ ഇളയമാൻ, ഗിറ്റാറിൽ ബോംബ് വെച്ച് ജഡ്ജിനെ കൊല്ലാൻ ട്രൈ ചെയ്തത് ഞാനാ. സോറി, അനാവശ്യമായി നിങ്ങളെ സംശയിച്ചു. സ്വന്തം കുടുംബം തന്നെ വിശ്വസിക്കാതെ സന്തോഷിക്കുന്നല്ലോ. ഞാനിതിന് കൊടുക്കണം. ഐ ആം വെരി ക്ലവർ. ഗുഡ്. പക്ഷെ മ്യൂസിക്കിനോടുള്ള ഇഷ്ടം കാരണം ആ പിയാനോയിൽ മാത്രം കൈവെക്കരുത്. എന്താ കാരണം ഇത്തവണ ബോംബ് ജഡ്ജിന്റെ വീട്ടിലെ പിയാനോയിലാ വെച്ചിരിക്കുന്നത്. വാട്ട്? അതെ, ആ പിയാനോ വായിക്കുന്നത് നിർത്തിയാൽ അത് വായിക്കുന്നവൻ അടുത്ത സെക്കൻഡിൽ പൊട്ടി പീസ് പീസായി ചെതറി 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 പോവും. വായിച്ചോണ്ടിരുന്ന പൊട്ടില്ല, പക്ഷെ എത്ര നേരം വായിച്ചോണ്ടിരിക്കും. അത് ശരിയാ. ഈ സത്യം പുറത്തറിഞ്ഞാൽ അടുത്ത ദിവസം നീ ജീവനോടെ ഉണ്ടാവില്ല. ഞാൻ നേരത്തെ തന്നെ പിയാനോ വായിക്കാൻ തുടങ്ങി.